ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തുർക്കുമോള് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ മോളുടെ അമ്മ ജയശ്രീ ഓർമ്മ വരുന്നു. എന്തു ചോദിച്ചാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റി, അവരെ സംരക്ഷിക്കുന്നതിനെ പറ്റി മാത്രമേ പറയാറുള്ളൂ. എന്താ നാത്തൂനെ? ആകെ ടെൻഷനായല്ലോ ഗിരിജ. എന്താ? എന്തു പറ്റി? ആ പൂർണിമ ഫോൺ ചെയ്തിരുന്നു. എന്തിന്? പൂർണിമയുടെ കൊച്ചിനെ ദുർഗ പഠിപ്പിക്കുന്ന സ്കൂളിൽ ചേർക്കാൻ. ദുർഗയുടെ നമ്പർ ചോദിച്ചാ വിളിച്ചത്. ദുർഗയുടെ നമ്പറൊന്നും അവർക്ക് കൊടുക്കുകയൊന്നും വേണ്ട. അവളുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബന്ധവും പൂർണിമയും വീട്ടുകാരും തമ്മിൽ ഉണ്ടാക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഞാനും അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നതാ. പക്ഷേ നമ്പർ കൊടുക്കാതെ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. അതെന്താ? ഞാൻ കൊടുത്തില്ലെങ്കിലും പൂർണിമയ്ക്ക് നമ്പർ കിട്ടും. ആ സ്കൂളിൽ വിളിച്ച് ചോദിച്ചാലും പോരെ? അവർക്കൊക്കെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ളതല്ലേ? അത് ശരിയാ, ഞാൻ അത്രയ്ക്കും കൂടി ചിന്തിച്ചില്ല. അവളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞ് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ദുർഗയും പൂർണിമയും തമ്മിൽ അടുത്താ അത് നമുക്ക് ദോഷം ചെയ്യും. അവര് തമ്മിൽ സംസാരിക്കാതിരിക്കാൻ എന്താ ഒരു വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. നാത്തൂൻ ടെൻഷനാവാതിരിക്കേ. തൽക്കാലം അവര് തമ്മിൽ സംസാരിക്കാതിരിക്കാനുള്ള വഴി ഞാൻ ചെയ്തോളാം. ആണോ? ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ. അവൾ എന്തെടുക്കുവാന്ന് നോക്കട്ടെ. The number you are trying to reach is currently switched off. മോള് സ്കൂളിലേക്കാ? അതെ. അതെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരെന്നാ പറയുന്നത്. അപ്പോ വികൃതി അതുപോലെ കാണുമായിരിക്കും അല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എല്ലാരും നല്ല കുട്ടികളാ. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലാ. മറ്റുള്ളവരുടെ കണ്ണില് അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുമെങ്കിലും ഞങ്ങളുടെ കണ്ണിൽ അവര് നല്ല മിടുക്കന്മാരും മിടുക്കികളുവാ. എല്ലാവർക്കും ഈശ്വരന് എന്തെങ്കിലുമൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് കണ്ടെത്താനും വളർത്താനും അധ്യാപകർ അവരെ സഹായിച്ചാ അത് വലിയൊരു കാര്യമായിരിക്കും. അത് സത്യ. തുർക്കുമോള് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ മോളുടെ അമ്മ ജയശ്രീ ഓർമ്മ വരുന്നു.
എന്തു ചോദിച്ചാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റി അവരെ സംരക്ഷിക്കുന്നതിനെ പറ്റി മാത്രമേ പറയാറുള്ളൂ. ആര്? നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ എന്നെ വിളിക്കണമെന്ന്. എന്നിട്ട് ഇത്രയും നേരമായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചോ? അതെങ്ങനെയാ? നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള സമയം കിട്ടത്തില്ലല്ലോ. നിങ്ങളിപ്പോ എവിടാ? എന്ത് ചെയ്തോണ്ടിരിക്കുവാ? ചായയും പഞ്ചസാരയിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. ഷുഗർ കൂട്ടാനുള്ള പരിപാടിയാ. ഞാനെടുത്തില്ലെങ്കിൽ എന്തോ ആവാമല്ലോ അല്ലേ? നിങ്ങ വാ, ശരിയാക്കി തരാം. വൈഫാ ആ എന്നാ മോള് വെക്കോ. ശരി എന്നാ. സൂക്ഷിച്ചു പോണം കേട്ടാ. ആ ഹലോ പറയടി. ആ എടി, ഞാൻ ദേവേട്ടന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇല്ലെന്ന്, ഞാൻ പോവാൻ റെഡിയാവുന്നേ ഉള്ളൂ. നിനക്കെന്ത് എന്നെ അത്ര വിശ്വാസമില്ലേ? ഞാൻ താണ്ട് മുറ്റത്ത് നിന്ന് ഇങ്ങനെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. വീഡിയോ കോൾ ചെയ്യാനാ? ഇവിടെ ഇപ്പൊ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നീ വല്ലതൊക്കെ വിളിച്ച് പറയും, അത് നാട്ടുകാർ മൊത്തം കേൾക്കും. അത് ശരിയാവില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അകത്ത് പോയിട്ട് വിളിക്കാം. എടി ചെയ്യാന്ന്. ഇപ്പൊ ചെയ്യാം, പോരെ? ചെയ്യാം. ഓ മോളെ മോളെ ഇപ്പൊ നമ്മൾ പോകുന്ന സ്കൂളെ മോൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മോളെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പഴയ സ്കൂളിലെ ടീച്ചറിനെ പോലെയേ അല്ല നമ്മൾ ഇപ്പൊ പോകുന്ന സ്കൂളില്. അത് മാത്രമല്ല, അവിടെ മോളെ പോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് ആരും മോളെ കളിയാക്കില്ല. ശരിക്ക് അത് മാത്രല്ല, ഇനി മോളെ പഠിപ്പിക്കാൻ പോകുന്നതേ പൃഥ്വിയങ്കിള് കല്യാണം കഴിക്കാൻ പോകുന്ന ആന്റിയുടെ ചേച്ചിയാ. അതുകൊണ്ട് മോളെ നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ. വാ. ശാസ്ത്രീയ സംഗീത ലോകത്തെ മഹാപ്രതിഭയും ഈ സ്നേഹാലയത്തിന്റെ എല്ലാമെല്ലാമായ വസുന്ധര മേഡത്തെ ക്ഷണിക്കുകയാണ്. എന്റെ അമ്മയെക്കുറിച്ച് ഇന്നും എപ്പോഴും എനിക്ക് അഭിമാനമുള്ളത്